രാജൻ പണിക്കരെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ തീർത്തൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ വേണമെങ്കിൽ നേരിട്ട് പോയെന്ന് കണ്ടാലോ? അതൊന്നും വേണ്ട, അവന്റെ കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ ബാക്കി കാര്യം ഏർപ്പാടാക്കിയാൽ മതി. ബാക്കി കാര്യം എന്ന് വെച്ചാ എന്നതാ മനസ്സിലായത്? നോട്ടീസും ടിക്കറ്റ് ബുക്കും പരസ്യവും ഒക്കെ. എടോ, അതിനൊക്കെ നിവൃത്തിയുണ്ട്. ആദ്യം വേണ്ടത് വർഗീസിന്റെ ഉറപ്പാ. അതാര് പറഞ്ഞ് സമ്മതിപ്പിക്കും? അതാ ചോദ്യം. അതിപ്പോ പ്രവിത്താനത്തച്ഛൻ പറഞ്ഞാൽ വർഗീസ് സമ്മതിക്കും. അച്ഛനെ ഈ കാര്യത്തിലൊന്നും കൂട്ടി തുടങ്ങിക്കാതിരിക്കുന്നത് നല്ലത്. അതല്ല മുതലാളി, പള്ളിവക ഒരു അനാഥാലയം പണിയുന്ന കാര്യം ഇതിനു മുമ്പ് അച്ഛൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു. അതിലേക്കുള്ള ഫണ്ട് വിരുവിലേക്കാണെന്നും പറഞ്ഞ് ഈ മത്സരത്തെ പറ്റി പറഞ്ഞാൽ അച്ഛൻ വർഗീസിനെ തട്ടക്കയറ്റിക്കോളും. പിന്നെ നമ്മളൊന്നും അറിയണ്ട. ആ, മുതലാളി തന്നെ ഒന്ന് പറയാമെങ്കിൽ അച്ഛൻ മുട്ടാപ്പൊക്കൊന്നും പറയാല. അച്ഛനും ഞാനുമായിട്ട് അത്ര നല്ല രസത്തിലല്ല. ഇവിടുത്തെ അനാഥാലയത്തിൽ വളർന്നവനാണല്ലോ സണ്ണി. നമ്മുടെ ഇടവകയിലെ സെമിത്തേരിൽ അവന്റെ ശവടക്കം നടത്തേണ്ടിയിരുന്നത്. അത് മദ്രാസിലാക്കിയത് ശരിയായില്ലെന്ന് ഞാൻ അച്ഛനോട് തുറന്നങ്ങ് പറഞ്ഞു. അച്ഛൻ അതിൽ എന്നോട് നീരസം ഉണ്ടാവും. നിങ്ങൾ എന്ന് പറഞ്ഞാൽ മതി. അനാഥാലയത്തിന്റെ കാര്യമായതുകൊണ്ട് അച്ഛൻ എതിർപ്പൊന്നും പറയല. അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി ഒരാളും കൂടെ വിചാരിച്ചാലേ വർഗീസിനെ മെരുക്കാൻ പറ്റൂ. അതാരാ? ഏലിയാമ്മ. ഏലിയാമ്മ തറ തട്ട നിന്നാ കമാന്നൊരക്ഷരവും മിണ്ടത്തില്ല. അത് നേരാ. പോരാത്തതിന് രാജൻ പണിക്കരോട് അവർക്ക് അത്രയ്ക്ക് പകയാ. അപ്പൊ ആ മർമ്മം നോക്കി ഏലിയാമ്മയെ ഒന്നും നോവിച്ചാ വർഗീസിനെ അവര് കച്ചകെട്ടിച്ചിറക്കിക്കോളും. കളരിയാണോ കരാട്ടയാണോ കേമോ എന്ന് ചോദിച്ചാ ഞാൻ കരാട്ടെ എന്ന് പറയൂ. ചുമ്മാതല്ല, ബാംഗ്ലൂർ വെച്ച് എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നതാടോ? ചുടുകട്ടയും ഇതുപോലുള്ള തേങ്ങയൊക്കെ രാജൻ പണിക്കര് പൊട്ടിക്കുന്നത്. ഓ, അതാണോ വലിയ ആന കാര്യം? എങ്ങനെ പൊട്ടിക്കുന്നറിയോ? എങ്ങോട്ട് നോക്കേ, കൈയുടെ ഈ ഭാഗം കൊണ്ടേ ചേടാ, ഇടിക്കാൻ പോവാന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ തേങ്ങ അങ്ങോട്ട് തരികയല്ലായിരുന്നോ? ഒരു ഇടി വെറുതെ പോയില്ലയോ? വല്ലടോ പൊട്ടിയോടോ? ഭാഗ്യം കൊണ്ട് തറയ്ക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. അതല്ല, തന്റെ കൈയുടെ എല്ലുവല്ലും പൊട്ടിയൊന്നാ ഞാൻ ചോദിച്ചത്. എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ കരാട്ടയും കൂടി അറിയാവുന്ന രാജൻ പണിക്കരോട് കയറി കളരിന്ന് പറഞ്ഞ് മത്സരിക്കാൻ ചെന്നാൽ വർഗീസ് അളിയന്റെ എല്ലുണ്ടല്ലോ ചുടുകട്ട പോലെ പൊട്ടും. അതൊക്കെ തന്നെക്കാൾ ഫേഷായിട്ട് വർഗീസ് അറിയാടോ. അളിയൻ അതിന്റെ അയലോകത്തോട്ട് പോകത്തില്ല, അറിയാവോ? പക്ഷെ പ്രവിത്താനത്തച്ഛൻ നിർബന്ധിച്ച വർഗീസ് അച്ഛൻ പിന്മാറുകയല്ല. നേരാ. അച്ഛൻ എന്നെ കണ്ണീച്ചോറില്ലാത്തവനാണോ? അളിയനെ കൊലക്ക് കൊടുത്തിട്ട് വേണോ അച്ഛൻ അനാഥാലയം പണിയാൻ? വർഗീസിനെ കൊല്ലാനോ അടിയറ പറയിക്കാനോ ഏതൊരുത്തനുണ്ടോ ഈ ഭൂമിയില്? എന്റെ പള്ളേ കിടന്ന് ഓതരം കടകം മറിഞ്ഞ് കളരിത്തായം പഠിച്ചാണ് അവന്. അവന്റെ മുമ്പിൽ രാജൻ പണിക്കര് വന്ന് നിന്നാല് എന്റെ കർത്താവേ, വർഗീസ് അവനെ കൊല്ലാതെ വിടണേന്നാ എന്റെ പ്രാർത്ഥന. അമ്മച്ചി എന്നെ കരുതിക്കൊണ്ടേ കേമത്തരം പറയുന്നേ. ഉശിര് കാണിക്കാൻ വയനാട്ടിലോട്ട് വിളിച്ചിട്ടേ പേടി അഭിമാനവും കാരണം മാറിക്കളഞ്ഞാനാ വർഗീസ്. കാണാൻ പറ്റുന്നറിയുമ്പോ കാരെടുക്കാൻ നിങ്ങളൊക്കെ നിങ്ങളുടെ പാട്ടിന് പോ. വർഗീസ് ഒന്നും അങ്ങോട്ടിൽ ഇറങ്ങാല. അവൻ ഇറങ്ങിയാലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നടുവിലെ കുന്നിൽ കളരി കുരുക്കൽ അഗസ്ത്യൻ വൈദ്യന്റെ മോനാന്നേ അവൻ ഇറങ്ങിയിരിക്കും. പിന്നെ ഇറങ്ങും. അവൻ അന്തസ്സും അഭിമാനവും വീറും ചൊണയുള്ളവനാ. അവന്റെ അപ്പനെ ചതിച്ചവനോട് അവൻ പകരം ചോദിക്കും. പോരെങ്കിൽ പള്ളിവക അനാഥാലയത്തിന് 4 കാശുണ്ടാക്കാൻ കൂടിയല്ലേ. എന്റെ കൊക്കിന് ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അവനെ കച്ചകെട്ടി ചിറക്കിയിരിക്കും. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. കളരിപ്പയറ്റ് മത്സരം ഏപ്രിൽ 14-ാം തീയതി വൈകിട്ട് 4 മണിക്ക് പീരങ്കി മൈതാനത്ത് വെച്ച് കളരി പ്രസ്ഥാനത്തിന്റെ രോമാഞ്ചക ഇതിഹാസവുമായി മാറിയ നടുവിലേക്കുന്നൽ കളരി ഗുരുക്കൾ അഗസ്ത്യൻ വൈദ്യന്റെ പൊന്നോമന ശിഷ്യന്മാരായ തച്ചോളി വർഗീസും മതിലൂർ രാജൻ പണിക്കരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പപ്പയും കൊച്ചാനും കൂടി രഹസ്യമായിട്ട് വെച്ചിരുന്നതാ. അമ്മാമ്മ വീമ്പളക്കിയിരിക്കുക. അങ്കിൾ മത്സരിക്കുന്നു. എന്നെ വിറ്റ് കാശാക്കുന്ന കൂടപ്പിറപ്പുകളാ എനിക്കുള്ളത്. എടാ, അവര് ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. എന്നെ അറിയാമെന്നാ? ചേച്ചി, നീ ഒന്ന് അടങ്ങടി. ആങ്ങളെന്നും പറഞ്ഞ് ഒരുത്തനുണ്ടെന്നല്ലാതെ നമ്മുടെ എന്നാ കാര്യത്തിന് അവനെ ഒതുങ്ങിയിട്ടുള്ളത്? വിറ്റ് കാശാക്ക പോലും അതിന് ഏത് പട്ടി അടക്കുന്നു? മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത്. എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. ഇവളുമാരും കെട്ടിയവന്മാരും കൂടെ ചേർന്ന് എന്നെ കെട്ടിയിട്ട് തീ വയ്ക്കും. എന്നാത്തിനാന്നറിയോ? അഭ്യാസം കാണാൻ, അത് കാണിച്ച് കാശുണ്ടാക്കാൻ. കർത്താവേ, എന്നാ വർത്തമാനം ഈ പറയുന്നേ? എടാ, നിന്റെ നാകൊണ്ടല്ലോ ഒന്ന് പുഴുത്തു പോകത്തുള്ളൂ. അപ്പൊ അത് വിറ്റ് കാശാക്കാം. ഇവരതും അതിനപ്പുറവും ചെയ്യും. പക്ഷെ അമ്മച്ചി ഞാൻ അങ്ങനെയല്ല കരുതിയത്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ മേല
ഇവർക്ക് കൂട്ടിവെക്കാൻ അമ്മച്ചിക്ക് എങ്ങനെ തോന്നി? കളരി എന്ന് വെച്ചാൽ അമ്മച്ചിക്ക് ജീവനല്ലായിരുന്നോ? അത് നശിപ്പിച്ചിട്ട് എന്നാ കിട്ടാനാ? കിളിങ്ങുന്ന വെള്ളിക്കാശോ? എടാ, വടക്കമ്പാട്ടിലെ വീരന്മാരെ പോലെ നിന്റെ അപ്പൻ ആരോടെങ്കിലും അംഗം വെട്ടുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചോളാ ഞാൻ. പക്ഷേ ഒടുവിൽ ഞാൻ കണ്ടതെന്നതാ? ദീനക്കിടക്കെ കിടന്നോണ്ട് എന്നോട് എന്നതാ പറഞ്ഞെന്നറിയാവോ? ഞാനിപ്പോ മരണത്തോട് അംഗം വെട്ടുകയാണ്. ജയിച്ചു വരാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ. അവസാനം ആരാ ജയിച്ചത്? നിന്റെ അപ്പനെ ദീനക്കിടക്കയിൽ എത്തിച്ച ആ രാജൻ പണിക്കര്. അവനോട് നീ കണക്ക് ചോദിക്കുന്നത് കാണാനായി അമ്മച്ചി ആഗ്രഹിച്ചത്. നീ അംഗം വെട്ടി ജയിക്കുമ്പോ ജയിക്കുന്നത് നീ മാത്രമല്ല, കളരി നിന്റെ അപ്പനും കൂടാ. അതിൽ നിന്നൊരു ചില്ലിക്കാശ് ഇവിടെ ആരും എടുക്കുകയില്ല. അതാ പ്രഭുത്താനത്തച്ഛന് അനാഥാലയം കെട്ടാനുള്ളതാ. അതിനുള്ള വഴിയായിട്ടാ കർത്താവ് നിന്നെ അയച്ചത്. നീ തള്ളി പറയരുത്. കച്ച കെട്ടണം, അങ്കത്തട്ടിൽ ഇറങ്ങണം. ശ്യാമ ഇവിടെ ഉണ്ടോ? അന്ന് പോയതാ, പിന്നെ വന്നിട്ടില്ലല്ലോ. ഇടയ്ക്കൊന്ന് വിളിച്ചിരുന്നു. വർഗീസിനൊന്ന് വിളിക്കായിരുന്നില്ലേ? പറ്റിയില്ല. അവൻ വിളിച്ചപ്പോ ഇക്കുറി എസ്റ്റേറ്റിലേക്ക് പോവാണെന്ന് പറഞ്ഞു. ഈയിടെയായിട്ട് ഉന്തി തള്ളി വിട്ടാ പോവാത്തോനാ. ഇപ്പൊ എന്താ പറ്റിയതാവോ? ലേശം ധൃതിയുണ്ട്, പിന്നെ വരാം. ശരി. താനിങ്ങനെ ഒഴിഞ്ഞു മാറുകയും ഇമോഷണൽ ആവുകയൊക്കെ ചെയ്യാൻ എന്നതാ സംഭവിച്ചത്? പറയടോ, എന്നാ കാര്യം? പക്ഷേ ഞാൻ ഏതാ ഈ പെൺകുട്ടി? തന്റെ ലവറാ? ശ്യാം, എന്താ ഈ കാണിക്കുന്നത്? ശ്യാം, എനിക്ക് ആ കുട്ടിയെ കുറിച്ച് അറിയണം. നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻഷിപ്പ്? മാഷേ, ഞാൻ അവളെ മറക്കാൻ ശ്രമിക്കുക. എന്താ ഈ കുട്ടിയുടെ പേര്? മായ, യൂണിവേഴ്സിറ്റി ടെന്നീസ് പ്ലെയർ. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അടുത്തത്. കഴിഞ്ഞ ജന്മത്തിൽ തന്നെ പരിചയമുള്ളതുപോലെ. പക്ഷേ കളിക്കളത്തിൽ ഞാൻ കണ്ട മായയും ടെന്നീസ് കോർട്ടിന് പുറത്ത് ഞാൻ കണ്ട മായയും രണ്ടും രണ്ടായിരുന്നു. മായയ്ക്ക് എന്തു പറ്റിയെന്ന് ആരായാലും ചോദിച്ചു പോവും. ഞാനും ചോദിച്ചു. മലയാളി, അവളുടെ ഒരു ടെന്നീസ്. ഈ ചെറുക്കൻ അവളുടെ ആരാ? അവനെന്താ മാനസിക രോഗിയാണോ? ആരാ അവൻ? അവളുടെ മുറച്ചെറുക്കൻ വേണു. ആ ഇൻസിഡന്റിന് ശേഷം മായ എന്നോടെല്ലാം തുറന്നു പറഞ്ഞു. അവൾക്ക് അച്ഛനും അമ്മയില്ല. വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഒരു കാർ ആക്സിഡന്റിൽ നിന്ന് അവൾ മാത്രം രക്ഷപ്പെട്ടു. പിന്നീട് അവൾ മദ്രാസിൽ അമ്മാവന്റെ കൂടെയായി. ആ അമ്മാവന്റെ ഒരേ ഒരു മകനാ വേണു. മാനസികമായി അവൻ നോർമൽ അല്ല.
സത്യത്തിൽ മായയ്ക്ക് അവനെ പേടിയാ. പക്ഷെ അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പഠിത്തം കഴിഞ്ഞാൽ അവൻ അവളെ കെട്ടും. കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ അവന്റെ ഉദ്ദേശം എന്താണ്? മായയുടെ പ്രശസ്തിയും പബ്ലിക് ഇമേജും ഒന്നും അവനിഷ്ടമല്ല. ഒരു ദിവസം ഞാൻ അവനോട് സംസാരിച്ചു. അവളെ കുറിച്ച് നിനക്കെത്ര വേദന തോന്നാൻ? അവൾ നിന്റെ ആരാ? പെങ്ങളോ, മുറപ്പെണ്ണോ, അതോ കാമുകയോ? ആ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ എന്തെങ്കിലും ആകണ്ട. അവളെ കെട്ടാൻ പോകുന്ന ബാസ്റ്റേഡാ ഞാൻ. അവളുടെ കരിയർ എന്തായിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇനി അവൾ ടെന്നീസ് കളിക്കില്ല. ആ കെയർ ഓഫിൽ ഇനി അവൾ വളക്കാനും സൊള്ളാനും ഒക്കെ നീ വെറുതെ നടക്കണ്ട. സംഗതി വഷളാവും. ഹായ് മായ. See you. Bye. ഞാൻ മായ വെയിറ്റ് ചെയ്തെന്നതാ. കമാൺ, ലെറ്റ്സ് ഗോ. നിക്ക്. ഞാൻ തല്ലി ഓടിക്കും. പബ്ലിക്കിന് മുമ്പേ കഷ്ടം തുടങ്ങി കാണിക്കാൻ നീ അങ്ങനെ വലിയ ടെന്നീസ് പ്ലെയർ ഒന്നും അവിടെ. നിന്റെ പരിധിക്ക് അവൾ കിട്ടില്ല. അവൾ ടെന്നീസ് കളിക്കും. കേട്ടാ നീ വേറെ പെണ്ണ് നോക്കും. ഇതിനെല്ലാം പ്രതികാരം ചെയ്യാൻ അവൻ നോക്കിയിരുന്നു. ബുദ്ധിപൂർവം അവനത് ചെയ്യാൻ ശ്രമിച്ചു. I think this will be all right. ഹലോ മായ, ബെസ്റ്റ് ഓഫ് ലക്ക്. Thank you. എന്തെങ്കിലും എക്സ്ക്യൂസുകൾ പറഞ്ഞ് മായ എന്നിൽ നിന്ന് അകലാൻ ശ്രമിച്ചു. അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മായയെ ഞാൻ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇനി ടെന്നീസ് കളിക്കില്ല എന്ന ഈ ഡിസിഷൻ ഉണ്ടല്ലോ, അത് ഭീരുത്വ, ഒരുതരം കീഴടങ്ങൽ. മായ ഒന്ന് മൂളിയാ മതി, ഈ നിമിഷം ഞാൻ മായം കൊണ്ടുപോകും. ഇത് വെറുതെ ഒരു ആവേശത്തിന് പറയുന്നതല്ല. എനിക്ക് അത്രക്കിഷ്ടം മായയെ. എനിക്കും അതാ എനിക്ക് പേടി. എനിക്ക് പ്രിയപ്പെട്ടതൊന്നും എനിക്ക് കിട്ടില്ല. പപ്പയും മമ്മിയും എല്ലാം എനിക്ക് നഷ്ടപ്പെടുക. ശ്യാമിനെ ഞാൻ എനിക്ക് കിട്ടൂലെന്ന് അറിഞ്ഞുകൊണ്ട് സങ്കടത്തോടെ സ്നേഹിക്കുന്നത്. എന്നെ ആഗ്രഹിക്കരുത് പ്ലീസ്. ആ നിമിഷം ഞാൻ മനസ്സിൽ ശപഥം ചെയ്തു, അവൾ എന്നും എന്റേതായിരിക്കുമെന്ന്. പക്ഷെ കുറെ ദിവസം ഞാൻ അവളെ കണ്ടതേയില്ല. ഒരു ദിവസം അവളുടെ അങ്കിൾ എന്നെ വന്ന് കണ്ടു. എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അയാൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒടുവിൽ എന്നെ ഭീഷണിപ്പെടുത്തി. വാശിയും അമർഷവും ഉള്ളിൽ ഒതുക്കി ഒരു തീരുമാനത്തിലും എത്താൻ കഴിയാതെ ഞാൻ അലഞ്ഞു നടന്നു. ശ്യാം, ഞാൻ വിളിപ്പിച്ചത് മറക്കണമെന്ന് പറഞ്ഞ് മാപ്പ് പറയാനാവും. അല്ല അല്ല ശ്യാം, അത്ര സെന്റിമെന്റ്സ് പ്ലേ ചെയ്യാനല്ല. നാളെ ഞാനിവിടെ വരും, ഇതേ സ്പോട്ടിൽ. നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ശ്യാം, ഞാൻ കാത്തുനിന്നു. പക്ഷെ മായ വന്നില്ല. എവിടെടാ അവളെവിടെ? മനസ്സിലായില്ലേ? അവളെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ ഞാൻ വന്നത്. അവളെ ഇറക്കി വിടണം. ഞാൻ എത്ര നേരം കാത്തുന്ന നിനക്കറിയാമോ? നിനക്ക് എന്ത് പറ്റി? നീ എന്താ വരാഞ്ഞ്? കൊണ്ടുവരാൻ വന്നത്. അവൾ എന്നെ ചതിക്കായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്റെ നേർക്ക ജനലടിച്ചത്? അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നോ, നെവർ. എന്ത് നേട്ടം കണ്ടിട്ട് ആ കുട്ടി തന്നെ ചതിക്കുന്നത്? എന്തായാലും മാഷെ, ഞാൻ തിരിച്ചു പോകും. എന്നെ നോവിച്ചവരോട് എനിക്ക് പകരം വീട്ടണം. ഏയ്, ചോരത്തിളപ്പുണ്ടാ തനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. പകരം വീട്ടാനൊക്കെ നടന്ന പിന്നെ അതിനൊരു അവസാനം ഉണ്ടാവില്ല. അങ്ങനെ തൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യണം. നടന്നതൊക്കെ നടന്നു. താനതൊക്കെ മറന്നിട്ട് പഠിച്ചൊരു ഡിഗ്രി എടുക്കാൻ നോക്ക്. മാഷിൽ നിന്ന് ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്.
മാഷ് എന്റെ കൂടെ നിൽക്കുന്ന ഞാൻ കരുതിയത്. പകരം വീട്ടാനും തല്ലാനും ഒക്കെ പറ്റിയ ഒരാൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. താനെന്താ രാജംപണിക്കരടുത്തില്ലാത്ത? സത്യം പറ, താൻ അയാളെ കണ്ടിരുന്നു അല്ലേ? കണ്ടിരുന്നു. വൃത്തികെട്ടവൻ. അയാൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. ഒരു പരിചയമില്ലാത്ത ആളെ പോലെയാണ് അയാൾ എന്നോട് പെരുമാറിയത്. അത് ശരി. അപ്പോ രാജം പണിക്കര് കൈ ഒഴിഞ്ഞപ്പോഴാ വർഗീസിനടുത്ത് വരാൻ തോന്നിയത്. മാഷ് എന്നെ സഹായിക്കണം. ഇക്കാര്യത്തില് വാളും പരിചയം എടുക്കാനൊന്നും എന്നെ കിട്ടില്ല. അതൊന്നും അല്ല നേരായ വഴി. ആരും എന്നെ സഹായിക്കില്ല. മനസ്സിലായി മാഷെ? എനിക്കാരുമില്ല. എനിക്കതറിയാം. എന്താ ഇത്? താൻ ഇങ്ങനെ സെന്റിമെന്റൽ ആയാലെങ്ങനെ? സത്യം പറഞ്ഞാൽ തന്നോടുള്ളതിനേക്കാൾ കൂടുതൽ സഹതാപം എനിക്ക് ആ കുട്ടിയോടാ. അതുകൊണ്ട് മാഷ് എന്ത് ചെയ്യാൻ പോവാ? നമുക്ക് മായയെ രക്ഷിക്കണ്ടേ? ഇനി അവളുടെ വീട്ടുപടിക്കൽ ചെല്ലാനോ? ഞാനില്ല. താൻ വരണം എന്നാര് പറഞ്ഞു? തന്റെ രക്ഷകർത്താവായിട്ട് ഞാൻ പോകും. വേണ്ട, മാഷ് പോണ്ട. ഞാൻ ചെന്ന് ആ കുട്ടിയുടെ അങ്കിളിനോട് സംസാരിക്കാം. വേണ്ടി വന്നാൽ വേണുവിനോടും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. നടക്കില്ല മാഷെ. ഇപ്പൊ തന്നെ ശരിക്കും അവൾ വീട്ടു തടങ്ങില്ല എന്നാ ഞാൻ അറിഞ്ഞത്. മായയുടെ അങ്കിൾ വളരെ സ്വാധീനമുള്ള ആളാണ്. മായ പറഞ്ഞത് തന്നെ നേര്. ഞാൻ അവൾ ആഗ്രഹിക്കരുതായിരുന്നു. അതൊക്കെ തീരുമാനിക്കാൻ വരട്ടെ. തനിക്ക് വേണ്ടി ഞാൻ ആ കുട്ടിയെ പോയി കാണാം, സംസാരിക്കാം. വേണ്ട, മാഷ് അവർ ഇൻസൾട്ട് ചെയ്യും, അവഹേളിക്കും. അതിന് മാഷ് അവസരം കൊടുക്കണം. പോണ്ട മാഷേ, വേണ്ട. അതൊന്നും താൻ അറിയണ്ട. താൻ ഇവിടെ ഈ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നാ മതി. വേണ്ടി വന്നാൽ തന്റെ ഈ മായയെ ഞാൻ ഇവിടെ എത്തിക്കും. മാഷേ, ഏതായാലും തന്റെ വിവാഹം നടത്തി തരാനുള്ള യോഗം എനിക്കാണെന്ന് തോന്നുന്നു. അനിയന്മാർക്ക് താലി കെട്ടാൻ വേണ്ടി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരാൻ പണ്ട് ഭീഷ്മർ പോയതുപോലെ തനിക്ക് കെട്ടാനുള്ള പെണ്ണിനെ ഞാൻ പോയി പിടിച്ചോണ്ടുവരോടോ. ചിരിക്കടോ, ചിരിക്കാൻ. ഇങ്ങനെയാണോ ചിരിക്കുന്നത്? Was it this man? No. ഇയാളായിരുന്നോ? No. ഇയാളാണോ? അല്ല. സോറി മായ, ഈ ഡിസ്റ്റർബൻസ് ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. യു ആർ സ്റ്റിൽ അണ്ടർ ദ ഷോക്ക്. ബി ബോൾഡ്. എന്തിനാ പേടിക്കുന്നത്? ഇനി ആരിൽ നിന്നും ഒരു ഡിസ്റ്റർബൻസും മായ്ക്കുണ്ടാവില്ല. എന്ത് വന്നാലും സെക്യൂരിറ്റി പീപ്പിൾ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. പിന്നെ ടൂർണമെന്റ്സ് ഒക്കെ വരികയല്ലേ, ഇറ്റ്സ് യുവർ കരിയർ. അത് സ്പോയിൽ ചെയ്യരുത്. പ്രാക്ടീസ് തുടങ്ങണം. ബി ബോൾഡ്, ബി കറേജിയസ്. ഓക്കെ? Right. മായയ്ക്കൊരു വിസിറ്റർ ഉണ്ട്. അല്ല, ശ്യാം പറഞ്ഞിട്ടാണ്.